വേനൽക്കാലത്തിൽ നമ്മൾ എന്താ പറഞ്ഞാൽ പശുവിനെ സാധാരണ നമ്മൾ അധികം കുളിപ്പിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ വേനൽക്കാലത്തിലാകുമ്പോൾ നമ്മൾ മിനിമം 2 പ്രാവശ്യമെങ്കിലും കുളിപ്പിച്ചിരിക്കണം. 60 to 100 ലിറ്ററെങ്കിലും നമ്മളൊരു ആവറേജ് പശുവിന് വെള്ളം കുടിക്കാൻ കൊടുത്തിരിക്കണം. പിന്നെ അതുപോലെ നമ്മുടെ ഷെഡ് നല്ല കാറ്റോട്ടമുള്ള ഷെഡായിരിക്കണം. പിന്നെ ഈ ഇങ്ങനെ ഷീറ്റ് ഇട്ട ഷെഡാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, പിന്നെ ഈ പട്ടയോ അല്ലെങ്കിൽ പുല്ലോ വൈക്കോലോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെയൊക്കെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ. അതെ, ഇത് ഷീറ്റിനടി ഇതുപോലെ ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓല കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ആ ചൂട് അങ്ങോട്ട് ഷെഡിനകത്തോട്ട് വരത്തില്ല. അതെ അതെ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഷെഡിലായാലും ഫുൾ ടൈം നിങ്ങൾ ഫാനും അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഡ്രിപ്പിംഗ്, ആ ഒരു ഓട്ടോമാറ്റിക് സ്പ്രിംഗ്ലർ, ഒരു മിസ്റ്റ് പോലൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? സ്പ്രിംഗ്ലർ നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നവർ സെറ്റ് ചെയ്യുക. ഓക്കെ. ഞാൻ എല്ലാവരോടും സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് സെറ്റ് ചെയ്യാൻ പറ്റുന്നവർ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇനി ഒരു ഏപ്രിൽ മെയ് ആ സമയം ആകുമ്പോഴേക്ക് ഭയങ്കര ചൂടായിരിക്കും. ഷെഡ് നിങ്ങളൊന്ന് നനച്ചു കൊടുക്കുക. ഷീറ്റ് ഇട്ട ഷെഡാണെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഷീറ്റിന് താഴെ ഈ ഇത് പട്ടിക എന്തൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അതിൽ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ ഓല നിരത്തി കൊടുത്താലും മതി. പിന്നെ നമ്മൾ ഈ പച്ച തീറ്റ എന്തെങ്കിലും കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പച്ചത്തീറ്റ മീൻസ് അസോളയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. വെള്ളം കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നനച്ചു കൊടുക്കുക. പശുവിന് 1, 2, 3 പ്രാവശ്യം നനച്ചു കൊടുക്കുന്നത് ഒരു കുഴപ്പമില്ല. ഈ മിസ്റ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഏറ്റവും നല്ലതാണ്. എന്തെങ്കിലും തീറ്റ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു സമയത്ത്? പെല്ലറ്റിന്റെ അളവൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ പഴയ പോലെ കൊടുത്താലേ പാല് കിട്ടുള്ളൂ. ഒന്നാമത് ഇപ്പൊ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ 20 ലിറ്റർ കറക്കുന്ന പശുവിന് നമുക്കൊരു 15 ലിറ്റർ പാലേ പ്രതീക്ഷ ചൂട് കാരണം. അപ്പൊ നമ്മൾ തീറ്റ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും. പാല് നമ്മൾ തീറ്റ എന്തായാലും കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കൊടുത്തേ പറ്റും. തണുപ്പിച്ച് നിർത്താം. അതെ അതെ. പിന്നെ നമ്മൾ ഈ ഷെഡിൽ നിന്ന് മാറ്റിയിട്ട് വല്ല തണലത്ത് കെട്ടാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യം. അതെ അതെ. ഈ മണ്ണിൽ തണലത്തൊക്കെ കെട്ടാൻ പറ്റുന്നത് ഏറ്റവും നല്ല കെയർ കൊടുക്കണം. കാരണം ഈ ഒരുപാട് ചൂടും കിതപ്പൊക്കെ ആയി കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ ഈ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തൊക്കെ പശു വാങ്ങുന്നതാണ്. അപ്പം അതുകൊണ്ട് നന്നായി കെയർ ചെയ്യുക. പിന്നെ വേറെ ഒന്ന്, പുറത്ത് നമ്മൾ കൊണ്ടുപോയി കെട്ടുന്നത് നല്ലതാ.